ചേർത്തിട്ട് തയ്യാറാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ തേങ്ങാവെള്ളത്തിൽ തയ്യാറാക്കുന്ന കള്ളാണ്. കള്ള് ചേർക്കുമ്പോൾ അപ്പം കൂടുതൽ സോഫ്റ്റ് ആവും, കൂടുതൽ ടേസ്റ്റിയും ആവും. പക്ഷേ ഇത് കള്ളപ്പമല്ല, സാധാരണ വെള്ളയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് കള്ള് വേണം. ഇത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച കള്ളാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. ഞാനിത് കള്ളപ്പത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടി കാണിക്കുവാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേങ്ങാവെള്ളം എടുക്കുക. നമ്മൾ ബോട്ടിലൊന്നും കിട്ടുന്നത് യൂസ് ചെയ്യരുത്. ഇത് 1/2 കപ്പ്. പിന്നെ കുറച്ച് ഈസ്റ്റ് വേണം, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. കുറച്ച് പഞ്ചസാര, പിന്നെ ഒരു ചെറിയ ഗ്ലാസ് ജാറ് വേണം. ആദ്യം ഈ തേങ്ങാവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലോട്ട് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. ഇത് നമുക്ക് 24 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓവനകത്ത് ലൈറ്റ് ഇട്ട് വെച്ചാലും മതി. ഇപ്പോൾ കള്ള് റെഡിയാക്കിയത് കണ്ടല്ലോ. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് റെഡിയാക്കി വെച്ചതാണ്. തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റ് ചേർത്ത് വെച്ചു. ഇത് ഇന്ന് വൈകിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇത് 48 മണിക്കൂർ കൂടുതൽ വെക്കാൻ പാടില്ല, എന്നാൽ അത് വിനീഗറായിട്ട് മാറും. ഇത് 1 കപ്പ് കള്ളാണ്. ഇതിൻ്റെ താഴെ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. സാധാരണ കള്ളപ്പത്തിനാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കത്തില്ല, മുകളിലത്തെ കള്ള് മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷെ ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫുൾ എടുക്കാം, അത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സാധാരണ പച്ചരി എടുത്താലും മതി. പക്ഷെ ഞാനിത് രണ്ടും തയ്യാറാക്കി നോക്കി, പച്ചരി വെച്ചും ഇഡ്ഡലി റൈസ് വെച്ചും തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഡ്ഡലി റൈസ് വെച്ച് തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരി എടുക്കുക, 2 കപ്പ്. പിന്നെ വേറൊരു ടൈപ്പ് അരിയുണ്ട്, നാട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഡൊപ്പി അരി എന്ന് പറയും. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൊപ്പി അരി ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കിയാലും നല്ലതാണെന്നാണ് അമ്മയൊക്കെ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഏതായാലും 2 കപ്പ് അരി എടുക്കാം. ഇത് ഞാനൊരു നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് തേങ്ങ, 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ 1 കപ്പ് ചോറ് വേണം. ഇത് തലേദിവസത്തെ ചോറാണ്, അപ്പോൾ അത് 1 കപ്പ് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. അത് ഞാൻ അരയ്ക്കുന്ന സമയത്ത് പറയാം കൃത്യമായിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ ഈ കള്ള് ചേർത്തല്ല അരയ്ക്കുന്നത്. ആദ്യം സാധാരണ വെള്ളം ചേർത്ത് അരച്ചിട്ട് പിന്നെ നമുക്ക് കള്ള് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാവ് തയ്യാറാക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുവാണ്. ആദ്യം അരി ചേർക്കാം. ഇതിപ്പോൾ 2 കപ്പ് അരിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുമിച്ചല്ല അരയ്ക്കുന്നത്, 2 തവണയായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ 1 കപ്പ് അരി ചേർത്തു. പിന്നെ പകുതി ചോറ് ചേർക്കാം, പകുതി തേങ്ങയും ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഫുള്ള് മാവ് തയ്യാറാക്കുന്നതിനായിട്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഒരു 1/2 കപ്പ് നമുക്ക് ചേർക്കാം. അപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തു. ഇത് നമ്മളൊരു ദോശമാവിൻ്റെ പരുവത്തിന് അരച്ചാൽ മതി, കാരണം പിന്നെ നമുക്ക് കള്ള് ചേർക്കണം എന്നുള്ളതുകൊണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ കള്ളും കൂടി ചേർത്ത് കഴിയുമ്പോൾ മാവ് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് റെഡിയാക്കാം. കുറച്ചൊരു വലിയ പാത്രം എടുക്കാം, അതിനകത്തോട്ട് ഈ മാവ് ഒഴിക്കാം. അപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വരും, അപ്പോൾ അത് വെളിയിൽ ചാടാതിരിക്കാനായിട്ടാണ് വലിയ പാത്രം എടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള മാവ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്തു.
ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനി കള്ള് ചേർക്കാൻ പോവാണ്. ഞാനിവിടെ 1 കപ്പ് കള്ള് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ചേർക്കാൻ പോകുന്നത്. അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ചേർക്കുന്നത്. കാരണം ഒരുമിച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് മാവ് ഒരുപാട് ലൂസായി പോകരുത്. പിന്നെ ഈ കള്ള് നമ്മൾ മാറ്റുമ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് മാറ്റാം. കാരണം നമുക്ക് പിന്നെ വേണ്ടി വന്നില്ലെങ്കിൽ ആ കള്ള് നമുക്ക് കള്ളപ്പം എന്തെങ്കിലും തയ്യാറാക്കാനായിട്ട് എടുക്കാം. അപ്പം അതുകൊണ്ട് മുകളിൽ നിന്നുള്ള കള്ള് മാത്രം കുറച്ച് മാറ്റി വെക്കാം ആദ്യം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ മാവിലോട്ട് ചേർക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പകുതി കള്ള് ഞാൻ മാറ്റാൻ പോവാണ്, വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാൻ പോവാണ്. മുകളിൽ നിന്നുള്ള കള്ള് മാത്രം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. 1/2 കപ്പാണ് ഞാൻ മാറ്റി വെച്ചത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. താഴെ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് ഈ അപ്പത്തിൻ്റെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോഴും മാവ് തിക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മാറ്റി വെച്ചത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് ഈ കള്ള് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാവ് അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. സാധാരണ അപ്പത്തിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കള്ള് ഒഴിക്കുവാണ്. ഇങ്ങനെ ഒഴിച്ച് നോക്കുക, എന്നിട്ട് കറക്റ്റ് അപ്പത്തിൻ്റെ മാവിൻ്റെ പരുവാകുമ്പോൾ നിർത്തിയാൽ മതി. അത് ശരിക്കും എത്ര കള്ള് വേണം എന്നുള്ളത് നിങ്ങൾ ആദ്യം മാവ് അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനനുസരിച്ച് വ്യത്യാസം വരും. കൂടുതൽ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കള്ള് കുറച്ച് ചേർക്കേണ്ടി വരത്തുള്ളൂ. പക്ഷെ കള്ള് കൂടുതൽ ചേർക്കുമ്പോൾ അതിന് അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ല സോഫ്റ്റും ആവും അത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത്. നിങ്ങളും അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പം ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് കള്ള് ഒഴിച്ചു ഇതിനകത്തോട്ട്. എന്നിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വേണ്ടി വരും. കറക്റ്റ് ആ പരുവ് ആവാൻ വേണ്ടി കുറച്ചും കൂടി വേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കള്ളും കൂടി ചേർക്കുവാണ്. അപ്പം ഞാൻ 1 കപ്പ് കള്ളും ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളം ചേർത്തു, പിന്നെ 1 കപ്പ് കള്ളും ചേർത്തു. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് അപ്പത്തിൻ്റെ മാവിൻ്റെ പരുവായത്. ഇതിന് ഞാൻ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാൻ പോവാണ്. ഇത് മിനിമം 8 മണിക്കൂർ മാറ്റി വെക്കണം. തലേ ദിവസം രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാം. അപ്പം ഇതിനെ നമുക്ക് അടച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അധികം ടൈറ്റ് അല്ലാത്ത അടപ്പ് കൊണ്ട് അടയ്ക്കാം, അല്ലെങ്കിൽ മാവിന് വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ പൊങ്ങാൻ മാറ്റി വെച്ച മാവാണ്, അത് റെഡി ആയിട്ടുണ്ട്. ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തുനിന്ന് ആവശ്യത്തിന് മാവ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പം ഞാൻ മാവ് എടുത്തു വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര നിർബന്ധമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് റെഡിയാണ്. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെത് നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ്. ഇതല്ലാതെ നിങ്ങൾ സാധാരണ ഈ പഴയ അപ്പച്ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി, അതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ തവണ അപ്പം തയ്യാറാക്കുന്നതിന് മുമ്പും എണ്ണ തേക്കണം, അല്ലെങ്കിൽ അപ്പം താഴെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. അതിനുശേഷം അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ഒഴിക്കുന്നത്. അത് അപ്പച്ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒഴിക്കാം മാവ്. എന്നിട്ടിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, അപ്പം ആ പാനിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരും. ഇത് നടുക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ ഈ സാധാരണ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അപ്പം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആയി കിട്ടും ഈ അപ്പം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാവെള്ളമൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാനും എളുപ്പമാണ്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് മുട്ടക്കറി, ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് മോളി, നമുക്ക് ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം.